പള്ളിച്ചൽ SRS UP സ്കൂളിൻ്റെ 75ാം വാർഷികാഘോഷവും ഡയമണ്ട് ജൂബിലി ആഘോഷങ്ങളുടെ സമാപനവും പൂർവ്വ അധ്യാപക വിദ്യാർത്ഥി സംഗമവും നടന്നു. കാട്ടാക്കട MLA IB സതീഷിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം ട്രാൻസ്പോർട്ട് വകുപ്പ് മന്ത്രി KB ഗണേഷ് കുമാർ ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു. ഈ സ്ഥലത്തേക്ക് വന്ന് പിന്നീട് മനോഹരമായ ഒരു സ്കൂളായി മാറുകയും ചെയ്തു. ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ നാട്ടിലെ കുട്ടികൾ വിദ്യാഭ്യാസപരമായ വിജയം കരസ്ഥമാക്കണമെന്ന് സ്വപ്നം കണ്ട ഒരു വ്യക്തിയുടെ മനസ്സിൽ നിന്നാണ് ഈ സ്കൂൾ ഉണ്ടാകുന്നത്. നിങ്ങൾക്ക് സ്വാഗത പ്രസംഗത്തിൽ നിന്ന് പറഞ്ഞു IB സതീഷിനെ കുറിച്ച്. സതീഷ് വിദ്യാഭ്യാസം പകുതിയിൽ മുടങ്ങിയവരും തുടർന്നു പോകാൻ കഴിയാത്ത ആളുകളെ പഠിപ്പിച്ച് തുല്യതാ പരീക്ഷകൾ എഴുതി അവരെ പ്രോത്സാഹിപ്പിച്ച് ഡിഗ്രി എടുപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ അതുപോലൊരു ദീർഘവീക്ഷണം അദ്ദേഹം ഇന്ന് ഈ കാലഘട്ടത്തിൽ കാണുന്നൊരു ദീർഘവീക്ഷണം പോലെ തന്നെ വളരെ ആഴത്തിലുള്ളൊരു ദീർഘവീക്ഷണമാണ് 1950 ഈ സ്കൂളിൻ്റെ സ്ഥാപകൻ കണ്ടത്. ഒരിക്കലും ഞാനതിൽ സതീഷിനോട് ചോദിച്ചു, സതീഷ് എങ്ങനെയാണ് ഇതുവരെ പഠിപ്പിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ സതീശനാണ് എന്ന് പറഞ്ഞത് തുല്യതാ പരീക്ഷ 75 വയസ്സുള്ളൊരു അമ്മ പരീക്ഷ എഴുതാൻ ആഗ്രഹിച്ചപ്പോൾ തമാശ രൂപേണ ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞു, മക്കളെ സതീഷിനോട് പറഞ്ഞത് ലക്ഷ്മിക്കുട്ടി അമ്മ BA എന്ന് സഞ്ജയൻ്റെ കാർഡിലെങ്കിലും പഠിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഡിഗ്രി എടുക്കുന്നത് എന്നും പറഞ്ഞു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ ഏത് പ്രായത്തിലും വിദ്യ നേടാം. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ജനിക്കുന്നതിൻ്റെന്നുകൊണ്ട് നമ്മൾ പുതിയ പുതിയ പാഠങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുക. ആദ്യം കമന്ന് വീഴാൻ പഠിക്കും, പിന്നെ ഇഴഞ്ഞ് നടക്കാൻ പഠിക്കും, പിന്നെ നടക്കാൻ പഠിക്കും. എല്ലാം പഠനങ്ങളാണ്. നമ്മളിങ്ങനെ പഠിച്ച് മിടുക്കരായി മാറും. പല കാര്യങ്ങളും നമ്മൾ മിടുക്കരാണ്. ഈ പാഠപുസ്തകത്തിൽ കാണുന്ന സാധനത്തിന് മാർക്ക് കിട്ടുന്നുള്ളൂ. അതല്ലാതെ തന്നെ പല കാര്യങ്ങളിലും നമ്മളെല്ലാവരും ഒന്നല്ലെങ്കിൽ മറ്റൊരു കാര്യത്തിൽ മിടുക്കരാണ്. ചടങ്ങിൽ നിരവധി രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക രംഗത്തെ പ്രമുഖർ പങ്കെടുത്തു. GTV ന്യൂസ്, ബാലരാമപുരം.